പരീക്ഷ വൈകിയതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കി. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മാത്യു ഏലിയാസിനെയാണ് അകാരണമായി മാനേജ്മെന്റ് പിരിച്ചുവിട്ടത്. DC വാങ്ങി കൊണ്ടുപോയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ മകന്റെ മൃതദേഹം കാണേണ്ടി വരുമെന്ന് കോളേജ് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥിയുടെ അമ്മ വെളിപ്പെടുത്തി. 2015 നാട്ടകം സ്വദേശിയായ മാത്യു ഏലിയാസിന് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചത്. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലെ 2 സെമസ്റ്ററുകളിലും 70% മാർക്കോടെയായിരുന്നു വിജയം. 3ാമത്തെ സെമസ്റ്റർ വൈകിയതോടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വിസിക്കെതിരെ മാത്യു ഏലിയാസ് നവമാധ്യമത്തിലൂടെ പ്രതികരിച്ച് പോസ്റ്റിട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മാനേജ്മെന്റിന്റെ നോട്ടപ്പുള്ളിയായ മാത്യുവിനെ മയക്കുമരുന്നിനടിമയാണെന്ന് മുദ്രകുത്തി കഴിഞ്ഞ മാസം 16-ന് കോളേജിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. പോസ്റ്റ് കണ്ടൊരു അച്ഛനെ വിളിച്ചിട്ട് അവര് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവനെ കയറ്റണ്ട, ഇവൻ 98% ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കാരണം കാണിക്കാതെയാണ് മാത്യുവിനെ പുറത്താക്കിയിട്ടുള്ളത്. കോളേജിൽ വിളിച്ചുവരുത്തിയ ശേഷം അധികൃതർ മോശമായാണ് പെരുമാറിയതെന്നും എതിരെ ശബ്ദിച്ചാൽ മകനെ സൈബർ കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും അമ്മ റോസ്ലിൻ ഹാലി പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ആരെ അറിയിക്കാൻ പാടില്ല, അങ്ങനെ പറയാന്ന് ഇപ്പം സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് ഇവനെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ റൂബേനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞത് എന്തുവാന്ന് ഞാനൊരമ്മ എന്റെ അളിയനോട് ഇരിക്കുമോ എന്താന്ന് നമുക്ക് പറയാനൊക്കെ. ഇനിയൊരു അവസരം കൂടി മകന് നൽകണമെന്ന് കോളേജ് അധികൃതരോട് അപേക്ഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: ഇപ്പം അമ്മ ജീവനോട് കൊണ്ടുപോകാണെങ്കിൽ മകനെ കാണാം, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ എന്റെ ബോഡി ശരീരം പോലും കാണാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതേസമയം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് TCയിൽ ഒപ്പിട്ട കോളേജ് പ്രിൻസിപ്പലും അധികൃതരും ഫോണിൽ പ്രതികരിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത TP പ്രശാന്ത് ടെലിഫോണിൽ ചേരുന്നു. പ്രശാന്ത്, എന്താണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അമൽജ്യോതിക്കെതിരായി ഇപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ധന്യ, 2015 നാട്ടകം സ്വദേശിയായിട്ടുള്ള മാത്യു ഏലിയാസ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയത്. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിരുന്ന മാത്യു ഏലിയാസ് 2 സെമസ്റ്ററുകളും 70% കൂടിയാണ് പാസ്സായത്. അതേസമയം 3ാമത്തെ സെമസ്റ്റർ പരീക്ഷ വൈകിയിരുന്നു. ഈ സെമസ്റ്റർ പരീക്ഷ വൈകിയതിനെതിരെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയൊരു അല്ലെങ്കിൽ ഭയങ്കര പ്രതിഷേധം വിദ്യാർത്ഥികളിൽ നിന്നപ്പോൾ സർവകലാശാലയ്ക്ക് എതിരെ, അതായത് ഈ പരീക്ഷ വൈകിയതിനെതിരെ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് മാത്യുവിനെതിരെ ചുമത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം. എന്നാൽ ഇതിനു മുമ്പ് മാത്യു ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സഹപാഠി ആസ്മയെ തുടർന്ന് ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ആ വിദ്യാർത്ഥി അധ്യാപകർക്ക് അടുത്തെത്തിക്കുകയും ഒടുവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്നു മുതലേ മാനേജ്മെന്റ് ഒരു നോട്ടപ്പുള്ളിയായിരുന്നു മാത്യു എന്നാണ് മാത്യു അറിയിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മറ്റുള്ളവരെ സഹായിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടായിരുന്നു അധികൃതർ എടുത്തിരുന്നത്. മാത്രവുമല്ല, മാത്യുവിനെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് മാത്യുവിനെ നേതാവായി ചിത്രീകരിക്കുന്ന സമീപനവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് VCക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല VCക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് പിറ്റേ ദിവസം തന്നെ കോളേജ് അധികൃതർ പറഞ്ഞപ്പോൾ തന്നെ മാത്യു ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഇവിടെ കണക്കാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാത്യുവിനെതിരെ പിന്നീട് മാനേജ്മെന്റ് നടപടികൾ സ്വീകരിച്ചിരുന്നത്. മാത്യുവിന്റെ അമ്മയെ വിളിച്ചു വരുത്തുകയുണ്ടായി. അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് മാത്യുവിൻ്റെ അമ്മയെ വിളിച്ചു വരുത്തുകയും മാത്യുവിനോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. ഈ മാതാപിതാക്കളെ എപ്പോഴും വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ മുന്നിലിട്ട് മക്കളെ വളരെയധികം ഹരാസ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. ഇത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾ നിശബ്ദരാകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലൂടെ നിലനിൽക്കുന്നത്. അതിനുശേഷം മാത്യു പുറത്തേക്ക് പോയപ്പോൾ അമ്മയെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുവെന്നാണ് ആ അമ്മയുടെയും പരാതി. മകനെ മാപ്പ് കൊടുത്ത് ഒരു തവണയെങ്കിലും, അതായത് VC എവിടെയുണ്ടോ അവിടെ പോയി മാപ്പ് പറയാൻ ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് മകനെ തിരിച്ചെടുക്കണം, അവന്റെ ഭാവി അപകടത്തിലാക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോളേജ് അധികൃതർക്ക് മുന്നിൽ ഈ അമ്മ കരഞ്ഞപേക്ഷിച്ച് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയോട് പറഞ്ഞത്, യാതൊരു കാരണവശാലും ഈ അമ്മയുടെ കണ്ണീരിനൊന്നും ഇവിടെ യാതൊരു ഇതൊന്നും കൽപ്പിക്കേണ്ട, ഈ അമ്മ എപ്പോഴും കരയുന്നൊരു സ്ത്രീ തന്നെയാണെന്നും അതുകൊണ്ട് ഈ സൈബർ കേസിൽ കുടുക്കി മകനെതിരെ ഞങ്ങൾ കേസെടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു സമീപനമായിരുന്നു കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. സാർ, എങ്ങനെയെങ്കിലും ഇവിടെ പഠിപ്പിക്കാനുള്ള ഒരു ഇതെങ്കിലും നിങ്ങൾ തരണം, അനുവാദമെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ മകനെ ഇപ്പോൾ വിളിച്ചുകൊണ്ടുപോയാൽ നിങ്ങൾക്ക് ജീവനോടെ കാണാം, ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ മകന്റെ ശരീരം പോലും നിങ്ങൾക്ക് കാണാനാകാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഭീഷണി വരെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ കോളേജ് അധികൃതരുമായി നമ്മൾ ഈ കേസിനെ കുറിച്ച് ബന്ധപ്പെട്ടപ്പോൾ കോളേജ് അധികൃതർ ഇത്തരത്തിലൊരു കേസിനെ കുറിച്ച് ഓർമ്മയില്ല, അല്ലെങ്കിൽ മാത്യു ഏലിയാസ് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് ഓർമ്മയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ TCയിൽ ഒപ്പിട്ട പ്രിൻസിപ്പലിനെ അടക്കം വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യാതൊരു തരത്തിലുള്ള ഇങ്ങനൊരു സംഭവം തങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ വിദ്യാർത്ഥിയുള്ള കാര്യം അറിയില്ല എന്ന തരത്തിലാണ് സംസാരിക്കുന്നത്.
സംസാരിച്ചത്. ഇതുമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. അവർ ഫോണിലാണ് നമുക്ക് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം തന്നിട്ടുള്ളത്. പ്രശാന്ത് തുടരുക. ഇപ്പോൾ മാത്യു ഏലിയാസ് തന്നെ ടെലിഫോണിൽ ചേരുകയാണ്. മാത്യു, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കോളേജിനെതിരെ മാത്യു ഉന്നയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കോളേജ് അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മാത്യു നേരിടേണ്ടി വന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണോ, ഇല്ലെങ്കിൽ മുൻവൈരാഗ്യത്തിന്റെ, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ മുൻവൈരാഗ്യത്തിന്റെ പേരിലുള്ള ഒരു ശിക്ഷാ നടപടിയാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണിപ്പോൾ മാത്യു ഏലിയാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്ത് ചെയ്താലും നമ്മുടെ അവിടെ കുറ്റാണ് ഇപ്പൊ അവരാരോപിക്കുന്നത്. ആദ്യമായി എന്നെ അവിടെ ഈ നോട്ടപ്പള്ളി ആക്കുന്നത്, എന്നെ ഒരു ചെറുക്കനെ ആസ്മ വന്നപ്പം അവനൊന്ന് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് ചോദിക്കുന്ന, ആരാ നീ കൊണ്ടുപോകാൻ, നീ എന്തിനാ കൊണ്ടുപോകാൻ, നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ അവര് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം, മാപ്പ് വരെ പറയാം എന്ന് പറഞ്ഞു. പക്ഷെ അവരാണ് ഈ പറയുന്നത് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് ആദ്യം ഒരച്ഛൻ പറയും. പിന്നെ പറഞ്ഞു, ഒരച്ഛൻ വന്നിട്ട് പറഞ്ഞു മാപ്പൊന്നും എനിക്ക് ആവശ്യമില്ല, 98% ഡ്രഗ്സ് ആണ്, ഇതിനെ പുറത്താക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് ഇതാക്കുന്നത്. മാത്യു, ഏത് തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഫേസ്ബുക്കിൽ? അത് കോളേജിനെ ഭീകരമായി ബാധിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ആയിരുന്നു? വിസിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, അതാണ്. ഇത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്ന ആളാണ് മാത്യു ഏലിയാസ് എന്ന് ഈ അച്ഛൻ തന്നെ പറഞ്ഞു എന്ന രീതിയിലും വാർത്തകളുണ്ട്. അത്തരത്തിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ വൈരാഗ്യം ഇല്ലെങ്കിൽ ആ ദേഷ്യം ഇതിലൂടെ തീർക്കുകയായിരുന്നു? നേരത്തെ ഒരു തവണ ക്ലാസ്സിൽ നിന്ന് ഇപ്പം ഉറങ്ങിയ സമയത്ത് പുറത്താക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അച്ഛൻ കണ്ടു, റൂബൻ എന്ന് പറയുന്ന അച്ഛൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛ എന്നെ ഉറങ്ങിപ്പോയി, ഇന്നലെ താമസിച്ച് വർക്കൊക്കെ ചെയ്തിട്ട് താമസിച്ചു വരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, രാത്രി കഞ്ചാവ് അടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു നീ ഇതൊക്കെ എന്ന് പറഞ്ഞ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് റിപ്പോർട്ട് വരെ കാണിക്കാം. അച്ഛൻ നിന്റെ ബ്ലഡ് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. അന്ന് എന്നോടൊരു ദേഷ്യം അച്ഛൻ ഉണ്ടായിരുന്നു. മാത്യു, നേരത്തെ ഇത്തരത്തിൽ ആളുകളെ സഹായിച്ചിരുന്നു, അവിടെ ഒരു ലീഡറിന്റെ സ്റ്റൈലിലായിരുന്നു കോളേജിൽ മാത്യു പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതി ആരോപണങ്ങളും ഈ ഫാദർ റൂബന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഘടനയുമായോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാത്യു മുന്നോട്ട് നയിച്ചിരുന്നോ? ഇല്ല, ലീഡർ ഒന്നും അല്ല. ഇപ്പൊ ആ സമയത്ത് ആ ക്ലാസ്സിൽ ഒരുത്തനും ഇല്ലായിരുന്നു. അക്കാരണം കൊണ്ടുകൂടി ആയിരിക്കുമോ ഇത്തരത്തിൽ കോളേജിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത്? ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കരിയർ വെച്ച് ഇല്ലെങ്കിൽ ഫ്യൂച്ചർ വെച്ചുള്ള ഒരു കളിയാണ് കോളേജ് കളിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്യുവിന്റെ അമ്മയോട് വരെ ഫാദർ റൂബൻ വളരെ മോശമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഏത് രീതിയിലായിരുന്നു ഫാദറിന്റെ സംസാരം? വെറും വൃത്തികെട്ട രീതി എന്ന് തന്നെ പറയാം. കാരണം അമ്മയാണെങ്കിൽ ഒരു അമ്മയെ അവര് എന്നോട് അവസാനം അമ്മയോട് പറഞ്ഞത്, മോനെന്ന് പോലും വിളിക്കാനുള്ള അർഹത ഇവനില്ലെന്ന് പറഞ്ഞാണ് അമ്മയോട് പറയുന്നത്. ഒരു അമ്മയായിട്ട് എത്രമാത്രം സഹിക്കും? അമ്മ കരയെ വരെ ചെയ്ത്. മാത്യു, മറ്റൊരു കാര്യം, വിദ്യാർത്ഥി സംഘടനകൾ, അമൽ ജ്യോതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും മാനേജ്മെന്റുകൾ ഭരിക്കുന്ന ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വിദ്യാർത്ഥി സംഘടനകൾ ഏതെങ്കിലും അവിടെ കാര്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ ഒരു സ്റ്റുഡന്റ് കൗൺസിൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവരവിടെ കയറ്റുന്നത് അവർക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്നവരെ മാത്രമാണ്. പിന്നെ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും എന്ത് പ്രശ്നം പറഞ്ഞാലും അവര് പറയുന്നത്, ഇതൊക്കെ എന്തിനാ, ഇപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാന്ന് അവര് പറയുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. മാത്യുവിനെ പുറത്താക്കിയപ്പോൾ ഇക്കാര്യത്തിൽ ആരെങ്കിലും ഇതിനെതിരെ മാത്യുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോളേജ് അധികൃതരുമായി സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതൊരു അനുനയിപ്പിച്ച് കാര്യങ്ങൾ ഓക്കെ ആക്കി തിരിച്ച് കോളേജിൽ എത്തുന്ന രീതിയിൽ ആരെങ്കിലും സഹായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അല്ല, ഇതെന്നെ പുറത്താക്കുന്ന സമയത്ത് ആരോടും പറയരുത്. പറഞ്ഞ അവർക്കും ഞങ്ങള് പ്രിൻസിപ്പൽ റൂമിൽ ഇരുന്നപ്പോ തന്നെ ഒരുത്തന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവനെയും പുറത്താക്കാൻ വേണ്ടി അടുത്ത ഞങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ഞങ്ങളുടെ HOD. അപ്പൊ ഞാൻ കാരണം അടുത്തൊരു വിദ്യാർത്ഥിയാണ് പുറത്താകരുതെന്ന് പറഞ്ഞാണ് ഞാൻ ഇതിനു വേണ്ടി വന്നത് തന്നെ. ഓക്കെ, എന്തായാലും മാത്യു തുടരുക. ഇപ്പോൾ പ്രിൻസിപ്പൽ കൂടിയായ ഫാദർ ജോസ് കണ്ണമ്പുഴ ടെലിഫോണിൽ ചേരുകയാണ്. ഫാദർ, ഇത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥി, അമൽ ജ്യോതിയിലെ ഒരു വിദ്യാർത്ഥി കോളേജിനെതിരായി ഇത്തരത്തിലാണ് പറയുന്നത്. കോളേജ് അകാരണമായി ആ വിദ്യാർത്ഥിയെ പുറത്താക്കി എന്നും പറയുന്നു. ഫാദറിന് ഈ വിഷയത്തിൽ നൽകാൻ കഴിയുന്ന വിശദീകരണം എന്താണ്? പുറത്താക്കുന്ന ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല, ആരെയും പുറത്താക്കിയിട്ടില്ല.
ആരെങ്കിലും ടി സിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യായമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപേക്ഷ ഞങ്ങൾ അംഗീകരിക്കുകയും ടി സി കൊടുക്കുകയും ചെയ്യുന്നതായാലും ഒപ്പിട്ടിട്ടുണ്ട്. അത്രയേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കാരണങ്ങൾ ഫാദർ മാത്യു എലിയാസ് ഇത്തരത്തിൽ ടി സി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ബോധിപ്പിച്ച് കാണണമല്ലോ. എന്തായിരുന്നു കാരണം? അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാരണങ്ങളായിരിക്കും. ഞങ്ങൾ അങ്ങനെ അത്രയധികം കൂലങ്കഷമായിട്ട് ഇടപെടാറില്ല. ആവശ്യപാട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് പിടിച്ചു നിർത്താറില്ല. മാറുകയാണെങ്കിൽ ഓക്കെ എന്നുള്ളത് ഞങ്ങൾ പറയാറുണ്ട്. നിർബന്ധങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഫാദർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ കുട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്, ഫാദർ റൂബൻ ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച വധഭീഷണി, നിങ്ങൾക്ക് മകനെ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ കിട്ടുന്നത് ഒരുപക്ഷെ ശവമായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ ഒരു ഫാദർ ആ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എനിക്കിതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന യാതൊരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന് എനിക്കറിയാം. കാരണം ഞാനിപ്പോ ഒരു 3 ദിവസമായിട്ട് ഞാൻ അവിടെ സ്ഥലത്തില്ല. ഒരു മലയാള മനോരമ മാസ്റ്റർ യുവ മാസ്റ്റർ വൈദ്യന്റെ പ്രോഗ്രാമായിട്ട് തൃശ്ശൂരാണ്. പിന്നെ ഞാൻ തിരിച്ച് വൈകിട്ട് എത്തിയുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള വല്ല ഇതുണ്ടോ എന്നുള്ളത് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. സ്ഥലത്തില്ല ഞാൻ. ഫാദർ, ഇവിടെ മറ്റൊരു കാര്യം, താങ്കൾക്ക് മാത്യു എലിയാസ് എന്ന വിദ്യാർത്ഥിയെ കുറിച്ചുള്ള അഭിപ്രായം, 70% വരെ കഴിഞ്ഞ 2 പരീക്ഷകളിലും മാർക്ക് വാങ്ങിയിരുന്ന, അത്യാവശ്യം പഠിക്കാൻ മോശമില്ലാത്ത, വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് പ്രിൻസിപ്പൾ എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും പേഴ്സണലായിട്ട് നമ്മൾ അറിയണമെന്നില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വേറെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല. എന്താണെന്ന് അറിയില്ല. പേഴ്സണലായിട്ട് ഇപ്പൊ എല്ലാവരും അറിയില്ലല്ലോ. 10,000-ലധികം സ്റ്റുഡൻസ് ഉള്ളതല്ലേ. ശരിയാണ്. ഫാദർ എന്തായാലും ലൈനിൽ തുടരൂ. കാരണം ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട, ഇല്ലെങ്കിൽ ഈ ഫാദർ റൂബൻ വിളിച്ച് വധഭീഷണി മുഴക്കിയ മാത്യു എലിയാസിന്റെ അമ്മ ടെലിഫോണിലുണ്ട്. ശ്രീമതി റോസ്ലിൻ, താങ്കളോട് ഏത് രീതിയിലായിരുന്നു ഫാദർ റൂബൻ സംസാരിച്ചത്? എന്തായിരുന്നു അവർ മകനെ കുറിച്ച് ഉന്നയിച്ച കാര്യങ്ങൾ? ഞങ്ങള് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞ എന്റെ മരുമകന്റെ ആൻജിയോഗ്രാമാണ്, അത് കാരണം എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ അവിടെ ചെല്ലുന്ന, അച്ഛനെ കാണുന്നില്ല. അച്ഛൻ പോയിട്ട് വന്നു. അച്ഛനോട് അപ്പൊ അച്ഛൻ ഇവന്റെ മുടിയുടെ ഇതൊക്കെ പറഞ്ഞ് ഇവനെ കൊണ്ട് മുടി വെട്ടിപ്പിച്ചു. എല്ലാം കഴിഞ്ഞു അച്ഛൻ ഞങ്ങള് റൂമിനകത്ത് കയറി. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ ക്ഷമിച്ചിരിക്കുന്നെന്നും പറഞ്ഞു. അച്ഛൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രിൻസിപ്പാൾ ഞങ്ങളോട് പെരുമാറിയത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഈ റൂബേൻ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇപ്രാവശ്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇവനെ കയറ്റാമെന്ന് പറഞ്ഞു. റൂബേനച്ഛൻ ഇങ്ങോട്ട് വന്നാണ് അങ്ങ് തുടങ്ങി. അച്ഛൻ പിന്നെ പറയുന്നത് എന്താന്ന് അച്ഛന് പോലും അറിയത്തില്ല. ഇതാണോ ഒരച്ഛൻ? അച്ഛനാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് നമ്മളൊരു ടി സിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ 24 മണിക്കൂർ കഴിയാതെ നമുക്ക് ഇവർ തരുമോ ടി സി? നിമിഷം 5 മണി കഴിഞ്ഞ് മാഡം ഓഫീസുണ്ടോ? 5 മണി കഴിഞ്ഞ് 6 മണിയായിട്ടും ആ ഓഫീസിലെ ആൾക്കാർ വന്ന് പറയാം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യാനാ? 6 മണി കഴിഞ്ഞു, 6:10 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. എല്ലാം നിമിഷ നേരം കൊണ്ടാണ്. ID കാർഡ് ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ അവർ അന്നേരം തന്നില്ല. ID കാർഡ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാര് ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ വേറെ താഴൊക്കെ അറുത്ത് അവിടെ പോയി നോക്കിയപ്പോ ഇവന്റെ ID കാർഡ് അവിടെ ഇല്ല. അപ്പൊ ഇനി ഇതും കൊണ്ട് വരുമ്പം പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് ചെയ്താണ്. അല്ലാതെ ഈ അത് കഴിഞ്ഞപ്പോഴാണ് HOD വിളിക്കുന്നത്. HOD വന്നപ്പോ ഇതെന്താണ്? ഇവനാണോ? അപ്പൊ ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഒന്ന് പറ, ഒരു പരീക്ഷ എഴുതിയതവൻ. ഒരു പരീക്ഷ അവൻ എഴുതിയിട്ട് അവന് പിന്നെ എഴുതാം. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതണമെന്ന് പറയുമ്പോൾ പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് പോയി വന്ന് വേണമെങ്കിൽ എഴുതിക്കുവാണ്, ഞങ്ങൾക്ക് അതിന് വിരോധമില്ലെന്ന്. അപ്പൊ അച്ഛനെ പിന്നെ ഹോസ്റ്റലിലെ അച്ഛൻ പോലും അതിശയിക്കുക. ഇങ്ങനെ അച്ഛനെ ഒപ്പിടാൻ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളായിട്ട് വിഷമിപ്പിച്ചെന്നുള്ളതാണ്. ഞാൻ പ്രിൻസിപ്പളിനെ കാര്യം പിള്ളേരെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ പ്രിൻസിപ്പാൾ അന്നേരം കേറ്റാവെന്നുള്ള ഈ റൂബേൻ അച്ഛനും ആ സിസ്റ്റർ HODയുമാണ് ഇതിന്റെ മുന്നിൽ നിന്നത്. പല പ്രാവശ്യവും വിളിച്ച് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിലെ അച്ഛന്മാരൊക്കെ വഴക്ക് പറയും. എന്നാലും അച്ഛന്മാർക്കൊരു നയമുണ്ട്. അതൊന്നുമില്ലായിരുന്നു. തുടരുക. ഇപ്പോൾ പ്രിൻസിപ്പൽ ടെലിഫോണിലുണ്ട്. പ്രിൻസിപ്പൽ, ഇത്തരത്തിലാണ് മാത്യുവിന്റെ അമ്മ റോസ്ലിൻ പറഞ്ഞിരിക്കുന്നത്. ഫാദർ ഈ കാര്യത്തിൽ ഒരു മയത്തിലേക്ക്, ഇല്ലെങ്കിൽ മാത്യുവിനെ തിരിച്ച് കോളേജിൽ തന്നെ മുമ്പോട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ റൂബേൻ അച്ഛനോട് സംസാരിച്ചിരുന്നു. പക്ഷെ റൂബേൻ അച്ഛൻ മാത്രമാണ് ഇത്തരത്തിൽ ഇത്രയും മോശമായി ഈ പ്രശ്നത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ചെല്ലുന്നത് എനിക്ക് മുഴുവനും അറിയില്ല അതിനെപ്പറ്റി.
അങ്ങനെ ഒരാൾ മാത്രം അതിലിടപെട്ട് കാര്യങ്ങൾ മോശമാക്കി എന്നുള്ള ഒരു ചിത്രീകരണം എനിക്കറിയാം. അതല്ല ഫാദർ, ഇവിടെ മറ്റൊരു കാര്യം, പ്രിൻസിപ്പൽ താങ്കൾ ആയിരിക്കെ റൂബേൻ അച്ഛൻ വി സി ഇപ്പൊ എന്ത് തീരുമാനം എടുത്താലും അത് താങ്കൾ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ഒരു കോളേജിൽ എടുക്കുമ്പോൾ തീർച്ചയായും താങ്കളെ കൂടി അറിയിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ റൂബൻ അച്ഛൻ ഒരു തീരുമാനം എടുത്തു എന്നുള്ള ഒരു അസസ്മെന്റ് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഭാഗത്തുള്ള റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ അത് അംഗീകരിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ പൊതുവെ ആരും TC വാങ്ങിച്ചിട്ട് നിർബന്ധിച്ച് വിടാതിരിക്കുന്ന ഒരവസ്ഥയില്ല. ആര് ചോദിച്ചാലും അവരുടെ അതാണ് സൗകര്യമെങ്കിൽ ഓക്കെ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ചെയ്യാറ്. ഫാദർ, ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു? എന്റെ മുറിയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ കാര്യം ഫാദർ നേരത്തെ അറിഞ്ഞിരുന്നോ? TC വാങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഈ മാതാവിനെ വിളിച്ച് റൂബേൻ അച്ഛൻ ഇത്തരത്തിൽ സംസാരിച്ചു എന്നുള്ള കാര്യം ഫാദർ നേരത്തെ അറിഞ്ഞിരുന്നോ? അങ്ങനെ എന്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. ഈ കുട്ടിയെ കുറിച്ച് ആരോപിക്കുന്ന കാര്യങ്ങൾ, ഡ്രഗ്സിന് അടിമയായിരുന്നു, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഇത്തരത്തിൽ ഉറങ്ങി, പരീക്ഷയിൽ വേണ്ടത്ര നിലവാരമില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഫാദർ റൂബേൻ പറഞ്ഞു എന്നാണ് അറിയുന്നത്. അത്തരത്തിൽ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നോ? TC അപ്ലൈ ചെയ്തതിനു ശേഷം? എന്റെ അറിയ അങ്ങനെ ഈ സ്റ്റുഡന്റിനെ പറ്റി അങ്ങനെ ഒരു പരാമർശം എന്നുള്ളതായിട്ട് എന്റെ ഓർമ്മയിൽ വന്നിട്ടില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എനിക്ക് കാഷ്വലായിട്ട് വല്ലതും പറഞ്ഞില്ലെന്നോ അറിയത്തില്ല. പക്ഷെ എന്റെ ശ്രദ്ധയിൽ വരുന്ന രീതിയിൽ ഒന്നും ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. ശ്രീ റോസ്ലിൻ ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. റോസ്ലിൻ, ഇത്തരത്തിലാണ് ഫാദർ ജോസ് കണ്ണമ്പുഴ പറഞ്ഞിരിക്കുന്നത്. TC നൽകിയതിന്റെ കാരണം പോലും, TC ആവശ്യപ്പെട്ടതിന്റെ കാരണം പോലും കോളേജ് പ്രിൻസിപ്പലിനോ ഇല്ലെങ്കിൽ VCക്കോ ഒരു രീതിയിലും അറിയില്ല. ആവശ്യപ്പെട്ടതുകൊണ്ട് TC നൽകി എന്നുള്ള രീതിയിലാണ് ഫാദർ പറയുന്നത്. മാഡം, എനിക്ക് പറയാവോ? പറഞ്ഞോളൂ മാഡം. ഞാൻ ചോദിക്കട്ടെ, പരീക്ഷ ഒരു 14-ാം തീയതി പരീക്ഷ എഴുതിയ ഒരു കുട്ടിയെ ഞാൻ പറയുമോ എനിക്ക് TC വേണം, അല്ലെ എന്റെ മകന് വേണമെന്ന് പറയും? ഈ അച്ഛൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഞാനും എന്റെ അളിയനും ഏലിയാസുമേ ആദ്യം ആ റൂമിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് റൂബേൻ അച്ഛനെ വിളിച്ചു വരുത്തുന്നത്. അതും കഴിഞ്ഞ് 4:30 കഴിഞ്ഞതിന് ശേഷമാണ് HOD വിളിച്ചു വരുത്തുന്നത്. അവർ അന്നേരം തൊട്ട് TC എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആരുമായിട്ടും ആലോചിച്ചില്ല. എന്നിട്ട് അവിടുത്തെ ഹോസ്റ്റലിലെ അച്ഛന്മാരെ, അപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് റൂബേൻ അച്ഛൻ ഹോസ്റ്റലിലോട്ട് വിളിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ, അന്നേരം അച്ഛൻ പറഞ്ഞു എന്താ, ഹോസ്റ്റലിലെ അച്ഛൻ പറഞ്ഞു, ഏതച്ഛനാണെന്ന് എനിക്കറിയത്തില്ല, സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു ഈ അമ്മച്ചി എപ്പം വന്നാലും കരച്ചിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു ഇതും പറ്റത്തില്ല, TC കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ അവിടെ ഞങ്ങൾ ഇത്രയും പേരുള്ളായിരുന്നു. അന്ന് പരീക്ഷയൊന്നും ഇല്ലല്ലോ, പിള്ളേരിങ്ങ് പോരുന്നു. പിള്ളേരെല്ലാം 14-ാം തീയതി പരീക്ഷ ഇല്ലെന്ന് പറഞ്ഞ് പിള്ളേർ 15-ാം തീയതി പോകുന്നു. എന്നെ 11 മണിക്കാണ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. അന്നേരം പ്രിൻസിപ്പാള് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് പ്രിൻസിപ്പാളിന് ഇതിനെപ്പറ്റി ശരിക്കറിയത്തില്ല, ഇതെല്ലാം അറിയാവുന്ന, മൊബൈലിനെ പറ്റി അറിയാവുന്ന ഒരു അച്ഛനുണ്ട് എന്നും പറഞ്ഞാണ് റൂബേൻ അച്ഛനെ വിളിക്കുന്നത്. ഇവരിങ്ങനെ കള്ളം പറയുന്നത് എന്തിനാ? സത്യം പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഞാൻ എതിരായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫാദർ ജോസ് കണ്ണമ്പുഴ, ഇത്തരത്തിൽ കാരണങ്ങളൊന്നുമില്ലാതെ ഒരു വിദ്യാർത്ഥി, ഞാൻ ചോദിക്കുന്നതല്ല, ഈ TCക്കായിട്ട് ഈ പരീക്ഷ 14-ാം തീയതി എഴുതിയ കുട്ടിയെ 15-ാം തീയതി TCക്കായിട്ട് ആ PA ആണ് വിളിച്ചിട്ട് ഞങ്ങൾ വരുവാണ്, ഞാനും എന്റെ അളിയനും കൂടെ വന്നത്. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ അവിടെ പോവോ? ഇത് കള്ളം പറയുന്നതല്ലേ? അമൽജ്യോതിയിൽ എന്തല്ല, ഇപ്പൊ എന്നെ ഒരു കൊച്ചിന്റെ അമ്മ വിളിച്ചു പറഞ്ഞതാ, തുമ്മിയെന്നും പറഞ്ഞോണ്ട്, ഒറ്റ തുമ്മിയെന്നും പറഞ്ഞോണ്ട് അതിനെ കൊണ്ട് എഴുതി മേടിപ്പിച്ചിരിക്കുക. ഇനിയും തുമ്മാൻ പറ്റത്തില്ല, അതിനെ തിങ്കളാഴ്ച ഹോസ്റ്റലിൽ നിന്ന് മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവര്. നമ്മളിപ്പോ ഓരോന്ന് പറയുമ്പോഴാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഈ പറയുന്നത് അച്ഛനൊക്കെ പറയുന്നത് കള്ളമെന്ന് പറഞ്ഞാൽ പച്ച കള്ളവാ. എന്റെ മോൻ അവിടെ അഡ്മിഷൻ കിട്ടുന്ന പ്രശ്നമല്ല, ഈ കള്ളം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ വന്നപ്പോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഈ റൂബേൻ അച്ഛനാണ് പറയുന്നത്, ഈ കാരണം പറഞ്ഞ് ഇനി വേറെ ആരെ ഇവിടെ കൊണ്ടുവരുവോ യാതൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാ TC മേടിക്കാൻ പോയത്?
കൊച്ചിന്റെ ഭാവി പോയില്ലേ, എന്തോ ഓർത്തോണ്ടാണ്, അപ്പൻ പോലും ഇല്ല, നിങ്ങൾ എന്തോ ഓർത്തോണ്ടാന്ന് പറഞ്ഞ് എന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ ശരിയാണ്. റോസ്ലിൻ തുടരുക. ഫാദർ ജോസ് കണ്ണമ്പുഴ, ഇത്തരത്തിലൊരു അമ്മ സംസാരിക്കുന്നത് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എങ്കിൽ പോലും ചോദിക്കുന്നു, ഈ രീതിയിൽ ഒരാൾ വന്ന് ഇല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി വന്ന് TC ആവശ്യപ്പെടുമ്പോൾ കാരണം ചോദിക്കാതെ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ വിദ്യാർത്ഥി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഒരു വലിയ വിഷയമായി VC കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമായി തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും കാരണമില്ലാതെ അത്തരത്തിലൊരു വികാരപരമായി ഇല്ലെങ്കിൽ അത്രയും ദേഷ്യത്തോടെ ഒരു തീരുമാനം എടുക്കില്ല. അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥി TC ആവശ്യപ്പെട്ടപ്പോൾ കാരണം ചോദിക്കാതെ TC കൊടുക്കുക എന്നതാണോ കോളേജിന്റെ നയം? തുടരാൻ സൗകര്യം സന്തോഷവും ഇല്ലാത്ത കുട്ടികളെ ഞങ്ങൾ ഒരിക്കലും മറിച്ച് നിർബന്ധിക്കാറില്ല. അവർക്ക് അവിടെ താല്പര്യം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും മറിച്ച് പറയാറില്ല. അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാറുമില്ല എന്നാണോ ഫാദർ പറയുന്നത്? അതല്ല, അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാൾ നിർബന്ധിച്ച് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഓക്കെ, ജോസ് കണ്ണമ്പുഴ തുടരുക. ഇപ്പോൾ ജേക്ക് പി തോമസ് കൂടെ ടെലിഫോണിൽ ചേരുകയാണ്. ജേക്ക്, ഇത്തരത്തിലാണ് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ കോട്ടയം അമൽ ജ്യോതിയിൽ പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നു. അതും ഫാദർ റൂബൻ എന്ന VC കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ഇപ്പോൾ തുലാസിൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കാരണം ഇനി എന്താവും എന്നറിയാതെ വിദ്യാർത്ഥിയും അമ്മയും നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ജേക്ക്, കോട്ടയം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇതിനു മുമ്പും സമാനാർത്ഥത്തിലുള്ള പലതരത്തിലുള്ള പരാതികൾ കുട്ടികളുടേതായി വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവിടുത്തെ ക്യാൻറ്റീനിലെ മോശപ്പെട്ട ഭക്ഷണത്തെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളാകെ രാഷ്ട്രീയ സംഘിക വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിവിടുന്നതിന് ആ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സാക്ഷ്യപ്പെടുത്തതാണ്. പക്ഷേ ആ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി വന്ന വിദ്യാർത്ഥികളെ ആകെ ഇന്റേണൽ മാർക്കിന്റെയും PCയുടെയും മാർക്ക് ലിസ്റ്റിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു തിരികെ മാനേജ്മെന്റ് പ്രക്ഷോഭത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ആ പ്രക്ഷോഭത്തിൽ നിന്ന് നേതൃത്വം നൽകിയ പിള്ളേരെ. ജയിക്കിലേക്ക് തിരിച്ചെത്താം. ഫാദർ, ഇത്തരത്തിൽ വളരെ വലിയ ആരോപണങ്ങൾ വീണ്ടും പിന്നാലെ വരികയാണ്. നേരത്തെ മാത്യു ഏലിയാസിന്റെ അമ്മ പറഞ്ഞതുപോലെ തുമ്മി എന്ന് പറഞ്ഞ് ഇനി മേലിൽ തുമ്മില്ല എന്നൊക്കെ എഴുതി വാങ്ങുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു കോളേജിലും നമ്മൾ ഈ കാലഘട്ടത്തിലല്ലാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും കേൾക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഗുരുതരമായ ആരോപണം, അത്രയും സ്ട്രിക്റ്റ് ഒരു കോളേജ് സ്ട്രിക്റ്റ് ആയിട്ട് പോകണ്ട എന്നല്ല പറയുന്നത്, തുമ്മില്ല ഇനി മേലിൽ തുമ്മില്ല എന്നൊക്കെ എഴുതി വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മോശമാണ്? തുമ്മുകയാണോ? എന്താ, എനിക്ക് മനസ്സിലായില്ല. നേരത്തെ മാത്യു ഏലിയാസിന്റെ അമ്മ കൂട്ടുകാരന്റെ അമ്മ വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. വിദ്യാർത്ഥി ക്ലാസ്സിലിരുന്ന് തുമ്മി, ഇനി മേലിൽ തുമ്മില്ല എന്ന് കോളേജ് അധികൃതർ എഴുതി വാങ്ങി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ ഒരു സംഭവം. വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമില്ല. ലോകത്തിലാരും ചെയ്യാൻ കഴിയില്ല, അമൽജ്യോതിയിൽ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. അമൽജ്യോതിയെ കുറിച്ച് നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാണ് ജേക്ക് സി തോമസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളൊക്കെ പറയുന്നത്. പറയാൻ വേണ്ടി പലതും പറയുമെന്നല്ലാതെ ആക്ച്വലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാതെ നമ്മളൊരു പ്രസ്താവനകളിലേക്ക് ഇറങ്ങുന്നത് ഒട്ടും പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജേക്ക് കൂടി ലൈനിലുണ്ട്. ജേക്ക്, ഫാദർ ജോസ് കണ്ണാമ്പുഴ അമൽജ്യോതിയുടെ പ്രിൻസിപ്പൽ ഈ കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഇത്തരത്തിലൊന്നും അല്ല അവിടെ നടക്കുന്നത്, ഈ അമ്മ പറയുന്നത് കള്ളമാണ്, ഇല്ലെങ്കിൽ മാത്യു ഏലിയാസ് ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെറുതെയാണ്, അതിലൊന്നും ഒരു കാമ്പില്ല എന്നുള്ള രീതിയിലാണ് ഫാദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അയാൾ പറയുന്നത് കള്ളമാണെന്ന് അങ്ങനെയല്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ എനിക്ക് തോന്നുന്നു മീഡിയയായിട്ട് വെരി കെയർഫുൾ. ഞാൻ പറഞ്ഞത് പറഞ്ഞ അർത്ഥത്തിലോ വേറെ ഒരു. ഹലോ ജേക്ക്, ഫാദർ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്, ഇത്തരത്തിലൊന്നും അല്ല അമൽജ്യോതി പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂതകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സമരമുണ്ട്. ആ സമരത്തെ സംബന്ധിച്ച് ഫാദർ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി എനിക്ക് വളരെ താല്പര്യമുണ്ട്.
അവിടെ ക്യാൻറ്റീനിലെ ഭക്ഷണത്തെ സംബന്ധിച്ചും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ചും അവിടെ കുറേയധികം കുട്ടികൾ എല്ലാ രാഷ്ട്രീയ മതജാതി സങ്കുചിത വ്യത്യാസങ്ങൾക്ക് അതീതമായി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി വന്നിരുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. ആ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി വന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും എപ്രകാരമായിരുന്നു ആ കോളേജിലെ മാനേജ്മെന്റ് നേരിട്ടത് എന്നത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഒക്കെ അറിയാവുന്നതാണ്. ഇന്റേണൽ അസസ്മെന്റിന്റെയും അതേപോലെ തന്നെ അവിടെ TC-യുടെയും മാർക്ക് ലിസ്റ്റിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു കുട്ടികളെ പ്രക്ഷോഭത്തിൽ നിന്നും അമൽ ജ്യോതിയിൽ പിന്തിരിപ്പിച്ചത്. ഇപ്പോഴും ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥികൾക്ക് അവിടെ ഇപ്പോൾ SFI അല്ലെങ്കിൽ KSU ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് യൂണിറ്റ് രൂപീകരിക്കാൻ അവസരം നൽകണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെടുന്നില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യപരമായി അവർ സർഗശേഷികൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഇപ്പോഴും നിലവിലില്ല. മാന്യമായ നിലയിൽ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലും മുമ്പ് NB സർവകലാശാലയിലും കീഴിലായിരുന്ന ആ കലാലയത്തിൽ ഒരു ആർട്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ആ കുട്ടികളുടെ സർഗ കഴിവുകളെ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ആർട്സ് ഫെസ്റ്റിവലോ അവരുടെ ക്രിയാത്മകമായ ശേഷിയെ പ്രകാശിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ വേദികളോ ഒന്നും തന്നെ ആ കോടതി ഇപ്പോഴും അവർ നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും മോശമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കോടതികളിൽ ഒന്ന് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി ആണെന്നുള്ള വസ്തുത. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജെയ്ക് സി തോമസ് ഈ വാർത്തയുമായി പ്രതികരിച്ചത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോളേജിലേക്ക് പോകാൻ പോലും വിദ്യാർത്ഥികൾ മടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു. പ്രശാന്ത്, ഇത്തരത്തിലൊക്കെയാണ് മാത്യു എലിയാസും അമ്മ റോസ്ലിനും കൂടാതെ കോളേജ് പ്രിൻസിപ്പൽ ജോസ് കണ്ണമ്പുഴയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ ഇനി എന്തായിരിക്കും മാത്യു എലിയാസിന്റെ കാര്യത്തിൽ കോളേജ് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഇനിയൊരു കോളേജിലേക്ക് മാത്യു എലിയാസിനെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോളേജ് അധികൃതരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും കോളേജ് അധികൃതർ ഒന്നും അറിയില്ല എന്നും പരസ്പരം വിവിധ ആളുകളുടെ നമ്പറുകൾ നൽകി ഇപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും വിവിധ ആളുകളുടെ നമ്പർ നൽകി വിളിക്കുന്നവരെയും കൺഫ്യൂഷനാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിരവധി പരാതികളും ആളുകൾ ഇപ്പോഴും സമീപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിലും നിരവധി പരാതികളും ഇതോടൊപ്പം തന്നെ വരും. എന്നാലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് KTP പ്രശാന്താണ് വാർത്തയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. പരീക്ഷ വൈകിയതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച കോളേജ് വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കി. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മാത്യു എലിയാസിനെയാണ് അകാരണമായി മാനേജ്മെന്റ്